നമസ്കാരം. ഇന്ന് കോഴിക്കോട് മുനിസിപ്പാലിറ്റിയുടെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് 1-2 പേർ മരിച്ചിരിക്കുന്നു. ഇപ്പോൾ 4 പേർ മരിച്ചു എന്ന് വരെ പറയുന്നു. വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. ആ മരിച്ച അവർക്ക് ആദരാഞ്ജലികളും അവരുടെ കുടുംബത്തിനുള്ള വേദനയിലും നഷ്ടത്തിലും പങ്കുചേരുന്നു. ഇത്രയും കുത്തഴിഞ്ഞ ഒരു സർക്കാർ, അത് കുറെ കൊല്ലങ്ങളായിട്ട്, ഞാൻ LDF UDF ഒന്നൊന്നുമല്ല, നമ്മുടെ സർക്കാർ സംവിധാനം എത്രത്തോളം മോശമാണെന്ന് തെളിയിക്കാൻ ഞാൻ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെ റൂറൽ SP ഓഫീസ്, പോലീസിന്റെ IPS ഉദ്യോഗസ്ഥനിരിക്കുന്ന എറണാകുളം ആലുവയിലെ പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ജോലി ചെയ്യുന്ന റൂറൽ SP ഓഫീസ്, എറണാകുളം റൂറൽ SP ഓഫീസ് എന്നും അറിയപ്പെടും, ആലുവ SP ഓഫീസ് എന്നും അറിയപ്പെടും. പശുവിനെയൊക്കെ വളർത്തുന്ന ആൽബിൻ ടോമി എന്ന കിഴക്കമ്പലം സ്വദേശി ആൽബിൻ എന്നെ ഫോൺ ചെയ്ത് കുറച്ച് വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, അവൻ കഴിഞ്ഞ 10-ാം തീയതി അയച്ചതാണ്. പക്ഷെ ഞാൻ അത് അത്ര അങ്ങോട്ട് വിശ്വസിച്ചില്ല. ആൽബിൻ എനിക്ക് കുറച്ച് വീഡിയോ, അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാം, വീഡിയോയും ഫോട്ടോസും അയച്ചു തന്നിട്ട് പറഞ്ഞു, ചേട്ടാ ആലുവ SP ഓഫീസ് കുറച്ച് ചെരിഞ്ഞാണിരിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിക്കണം, 4 നില കെട്ടിടം കുറച്ച് ചെരിഞ്ഞാണിരിക്കണം എന്ന് പറഞ്ഞു. അത് പോട്ടെ, കമ്പിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തുരുമ്പിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഫോട്ടോസും അയച്ചു തന്നു. ഞാൻ ഇന്ന് കോഴിക്കോട് അപകടം നടന്നപ്പോൾ അവിടുത്തെ സെക്രട്ടറിയും മേയറൊക്കെ കൂടി ബപ്പപ്പ അടിക്കണ കണ്ടപ്പോൾ, സർക്കാരിലെ രാഷ്ട്രീയത്തിന്റെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ബപ്പപ്പ അടിക്കണ കാണുമ്പോൾ, ആലുവ SP ഇതിപ്പോൾ 5 മിനിറ്റ് മുമ്പ് ആലുവ SP-യുമായി ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കാം. കേരളത്തിന്റെ നമ്പർ 1 എന്ന നിജസ്ഥിതി തള്ളിമറിക്കുമ്പോൾ, ആശുപത്രി വന്നു, മരുന്ന് വന്നു, കോടി വന്നു, കിഫ്ബി വന്നു, ഉരുളക്കിഴങ്ങ് വന്നു എന്ന് പറയുമ്പോൾ, ഒരു പാവപ്പെട്ട ഒരു പശുവിനെ വളർത്തുന്ന പയ്യൻ കണ്ടെത്തിയത് ഇവിടുത്തെ PWD ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർക്കും ചീഫ് സെക്രട്ടറിക്കും ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ, ജയകുമാർ മേനോൻ, എന്നെയല്ല നീ ഈ പറയേണ്ടത്, നിന്റെ നേതാവിനെ പറയണം. SP പറയണത് കേൾക്കുക. ആലുവ SP ഇന്ന് എന്നോട് സംസാരിച്ച് 5 മിനിറ്റ് മുമ്പ് പറഞ്ഞതാണ് കേൾക്കണം. SP തന്നെ പറയണം, ആ കെട്ടിടം അപകടത്തിലാണ്. PWD 2021 അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അതായത് ഇപ്പോൾ 4 വർഷമായി ആ കെട്ടിടം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അതിന്റെ അകത്ത് പോലീസ് സ്റ്റേഷനും SP ഓഫീസും പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ നേരിട്ട് കേൾക്കുക. നേരിട്ട് കേട്ടാലും അന്തം കമ്മികൾ, അടിമകൾ, പാർട്ടിയുടെ അടിമകളായ അണികൾ, നാട്ടുകാരെ പറ്റിച്ച് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന നേതാക്കന്മാർക്കും ഇത് മനസ്സിലാവില്ല. ഒന്ന് കേൾക്കുക. ജയകുമാറിനെ പോലെ അഡ്രസ് ഇല്ലാത്ത തരം താഴ്ന്നവർ ഇത് കേൾക്കണ്ട. ജയകുമാർ മേനോൻ, തരം താഴ്ന്ന നിന്നെ പോലെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്ന നീ ഒന്നും ഇത് കേൾക്കണ്ട. SP ഓഫീസിൽ നിന്നും പറയണത് നിങ്ങൾ ഒന്ന് കേൾക്കുക. എറണാകുളം റൂറൽ SP സാറാണോ? അതെ. എന്റെ പേര് ബെന്നി ജോസഫ് എന്നാണ്. ഞാനൊരു സീനിയർ ജേർണലിസ്റ്റ്, ഒരു സോഷ്യൽ വർക്കറുമാണ്. എന്നോട് 1 മിനിറ്റ് സംസാരിക്കാൻ സാറിന് നേരം ഉണ്ടാവോ? പറഞ്ഞോളൂ, ഞാൻ മീറ്റിംഗിലാണ്, എന്നാലും പറഞ്ഞോളൂ. ഓക്കെ. ഒരു നിങ്ങളുടെ വീടിന്റെ SP ഓഫീസ്, ആലുവ SP ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഒരു പശുവിനെയൊക്കെ വളർത്തുന്ന പയ്യൻ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോ അയച്ചു തന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, ഒന്ന് താങ്കൾ ഇരിക്കുന്ന ഓഫീസ്, SP ഓഫീസ്, എറണാകുളം റൂറൽ SP ഓഫീസ് ചെരിഞ്ഞിരിക്കണ്ടെന്നും ആ കെട്ടിടത്തിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തിന്റെയും കമ്പിയൊക്കെ പുറത്തു വന്നതിന്റെ ഫോട്ടോയും എനിക്ക് അയച്ചു തന്നു. രണ്ടാമത് അദ്ദേഹം PWD അവിടെ വിവരാവകാശം കൊടുത്തു. ചോദിച്ചപ്പോ പറഞ്ഞേക്കണത് 2021 ആ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കഴിഞ്ഞിരിക്കുകയാണ്. 2021. താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? പിന്നെ അത് നമ്മളിത് കുറെ അധികം അത് മാറ്റാനുള്ള കുറെ പരിശ്രമമൊക്കെ നടത്തിയതാണ്. ഞാൻ പച്ചക്ക് പറയുന്ന ബെന്നി ജോസഫാണ്. എനിക്കത് കേട്ടപ്പോ സങ്കടം വന്നത്, ഒരു പോലീസ് SP-യുടെ ഓഫീസ് കെട്ടിടം ചെരിഞ്ഞിരിക്കുകയും അത് ഇങ്ങനെ പുറത്തു വന്ന ഫോട്ടോ ആവും വിട്ടപ്പോ ഞാൻ വിചാരിച്ചു അവൻ എന്നെ കളിയാക്കാൻ പറ്റാനല്ലേ പറ്റിക്കാനല്ല, ചെരിഞ്ഞിരിക്കുന്നല്ല, അത് അൺസേഫ് ആണെന്ന് പറഞ്ഞിട്ട് PWD റിപ്പോർട്ട് കൊടുത്തതാ. അപ്പൊ ഇപ്പോഴും പക്ഷെ അവിടെ ഓഫീസ് വർക്ക് ചെയ്യുമല്ലേ സാറേ? പിന്നെ
ഓക്കെ. അത് നമ്മളതിന്റെ അടുത്ത് തന്നെ പുതിയ ഓഫീസ് ബിൽഡിങ്ങിന്റെ ഇത് കഴിഞ്ഞു. പക്ഷെ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാം അതുവരെ അങ്ങോട്ട് മാറുന്നവരെ ഒന്നും പറ്റരുതെന്നുള്ളത്. ഏതായാലും ഞാൻ ഇതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പൊ ഇന്ന് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശരിയാക്കണം. അവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ പരിധി ഉണ്ടല്ലോ സാർ. അപ്പൊ ഞങ്ങൾക്ക് പരിധിയില്ല, ഞങ്ങൾ പറഞ്ഞോളാം. ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം മാന്യമായി അറിയിക്കേണ്ടവരെ ഞാൻ ഇന്ന് അറിയിക്കുന്നുണ്ട്. ഏതായാലും താങ്കൾ കൃത്യമായ ഉത്തരം തന്നതിന് നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അന്തംഗമികൾ ഇത് കേൾക്കണം. കേരളത്തിലെ പ്രമുഖമായ ഒരു SP ഓഫീസ്, സൂപ്രണ്ടന്റ് ഓഫ് പോലീസിന്റെ ആലുവ റൂറൽ SP, എറണാകുളം റൂറൽ SP ഇരിക്കുന്ന ഓഫീസ് കഴിഞ്ഞ 4 വർഷമായി അൺഫിറ്റ് ആണെന്നും, 1-2 മാസമല്ല, കഴിഞ്ഞ 4 വർഷമായി അൺഫിറ്റ് ആണെന്നും, അത് ചെരിഞ്ഞിരിപ്പുണ്ടെന്നും, അതിന്റെ കമ്പിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞതാണെന്നും, അവിടെ പോലീസുകാർ ജീവൻ പണയം വെച്ചാണ് ഇരിക്കുന്നതെന്നും ട്രേഡ് യൂണിയൻ പോലീസ് അസോസിയേഷൻ അറിയാൻ പാടില്ലേ? പിന്നെ ഒരു SP എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടല്ല. അദ്ദേഹമൊക്കെ എത്രയോ രാഷ്ട്രീയക്കാരെ ഭയപ്പെട്ടിട്ടാണ് ആ ശബ്ദം കേട്ടിരുന്നോ നിങ്ങൾ? കൂടാതെ ഞാൻ ഇതിനു മുമ്പ് SP ഓഫീസിൽ വിളിച്ചു ഒരു പാവം പോലീസുകാരനെ എടുത്തത്. അയാൾ 5-6 കാര്യം പറഞ്ഞു. അത് ഞാൻ ടെലികാസ്റ്റ് ചെയ്യണില്ല. 5-6 കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് പേടിയാവുന്നു സാർ, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല സാർ. ഒരു പോലീസുകാരൻ ഇവിടെ പേടിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, സത്യം വിളിച്ചു പറയാൻ ഒരു പോലീസുകാരന് പറ്റില്ലെങ്കിൽ പോലീസിന്റെ അകത്തുള്ള ട്രേഡ് യൂണിയൻ എന്താണ് ചെയ്യണത്? പോലീസിനൊരു ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ. ആലുവ SP ഓഫീസിൽ എത്ര കുടുംബങ്ങൾ വഴിയാധാരമാവും? അതൊന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ മുതലക്കണ്ണീരൊഴിക്കാൻ നിങ്ങൾ എന്നിട്ട് എന്നെ തെറി പറയുന്ന അന്തംഗമ്മികൾ, രാഷ്ട്രീയ നേതാക്കളുടെ അമേദ്യവും ഉച്ഛിഷ്ടവും കഴിച്ച് ജീവിക്കുന്ന, നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ ഇതിന്റെ അകത്ത് വന്ന് തെറി പറയുന്നു. നാണമില്ലേടാ ജന്മങ്ങളെ? ഇതാണോ അണികൾ? ഇതാണോ അന്തംഗമ്മികൾ? ഒരു SP പോലീസുകാരനെ ഞാൻ വിളിച്ചു ആദ്യം. അവരുടെ നമ്പർ ആലുവ SP ഓഫീസ് 048426235550. അതിൽ വിളിച്ച ഒരു പോലീസുകാരനെ എടുത്ത. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഈ കെട്ടിടം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞല്ലേ ഇരിക്കണത്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും പറയില്ല സാർ, എനിക്ക് പ്രശ്നമില്ല. പുള്ളി ഒരു മിനിറ്റ് സംസാരിച്ച് ഫോണും വെച്ച് ഓടി. പക്ഷെ ഒരു SP നമുക്കൊക്കെ സംരക്ഷണം തരേണ്ട, സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട ആലുവ SPയുടെ ഭാഷ, അദ്ദേഹത്തിന്റെ ആ ദയനീയ അവസ്ഥ, നമ്മൾ പോലും സുരക്ഷിതരാണോ? ഇവിടെ മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാത്രം ജീവിച്ചാൽ മതിയോ? നമ്മുടെ നികുതി പണം ദൂർത്തടിക്കുന്ന ഇവർക്ക് ബാക്കി എല്ലാത്തിനും പണമുണ്ടല്ലോ. ദാവൂസിൽ പോയ രാജീവ് 10 കോടി രൂപയോളം മടക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ കോടികൾ അമ്മാനമാടാൻ മന്ത്രിമാരുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. വലിയ വലിയ പരിപാടികൾ നടത്താൻ, മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ, മറ്റ് പലർക്കും അവാർഡ് കൊടുക്കാനും, മാമാങ്കങ്ങൾ നടത്താനും, കോടികളുടെ ഫ്ലെക്സ് അടിച്ചു വെക്കാനും ഇവിടെ പൈസ ഉണ്ടല്ലോ. പാവപ്പെട്ട ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ അപ്പൊ സാധിക്കില്ല അല്ലെ? ഞാൻ ആ കെട്ടിടത്തിന്റെ വീഡിയോയും ഫോട്ടോയും ഇതിൻ്റെ അകത്തിടാം. ഇതിനോടൊപ്പം ആ പശുവിനെ വളർത്തി ജീവിക്കുന്ന ആൽബിൻ ടോമി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് വലിയ നമസ്കാരം. നീ 10-ാം തീയതി ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെയും അത് സത്യമാണെന്ന് വിശ്വസിച്ചില്ല. എന്നോട് ക്ഷമിക്കണം ആൽബിൻ. നിന്നെ പോലെ രാജ്യസ്നേഹമുള്ളവർ നാട്ടിൽ ഉണ്ടാവട്ടെ. സത്യം പറയുവാണ്, ഒരിക്കൽ കൂടി ആലുവ SP എന്നോട് സംസാരിക്കണം. നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കണം. സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആലുവ റൂറൽ എന്നോട് സംസാരിക്കുമ്പോൾ അതിലെ ദയനീയാവസ്ഥ, ഒരു പോലീസുകാരൻ ഒരു SPക്ക് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ നാടൻ ഭാഷ പറഞ്ഞ ഡൂക്കളി പോലീസിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് യൂണിയൻ അടിമകളായി ജീവിക്കുന്ന പോലീസുകാർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അത്താഴ പട്ടിണിക്കരായി റേഷൻ കടയിൽ പോയി സാധനമില്ല, ആശുപത്രി പോയി മരുന്നില്ല എന്ന് പറഞ്ഞ് ജീവിതം 2 അറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരൻ എവിടെ പോയി പറയും? കേരളം നമ്പർ 1 ആണ്. ആലുവ SP ഓഫീസ് ഇടിഞ്ഞു വീണ് ചത്തിട്ടുണ്ടെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയുമെന്ന് നാളെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന് വലിയ ആൾക്കാരെ പേടിപ്പിക്കുമ്പോൾ, ആൾക്കാരെ ഭയപ്പെടുത്തി ഒരു മുഖ്യമന്ത്രി ഇവിടെ ഭരിക്കുമ്പോൾ, ഒരു രാജാവിനെ പോലെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യത്തിന് ഈ ആലുവ പോലീസുകാർക്ക് ഉത്തരവുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഞാൻ ഇടാം. ഒന്നും കൂടി കേൾക്കുക. ആലുവ SP എന്നോട് പറഞ്ഞതാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. ഈ നാട്ടിൽ നടക്കണ കാര്യങ്ങളാണ്, അല്ലാണ്ട് എന്നെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എറണാകുളം റൂറൽ SP സാറാണോ? അതെ അതെ. എന്റെ പേര് ബെന്നി ജോസഫ് എന്നാണ്. ഞാനൊരു സീനിയർ ജേർണലിസ്റ്റ്, ഒരു സോഷ്യൽ വർക്കറുമാണ്. എന്നോട് 1 മിനിറ്റ് സംസാരിക്കാൻ സാറിന് നേരം ഉണ്ടാവോ? പറഞ്ഞോളൂ, ഞാൻ മീറ്റിംഗിലാണ്, എന്നാലും പറഞ്ഞു പോകും. ഓക്കെ. ഒരു നിങ്ങളുടെ വീടിന്റെ SP ഓഫീസ്, ആലുവ SP ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഒരു പശുവിനെ വളർത്തുന്ന പയ്യൻ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോ അയച്ചു തന്നു. വിളിച്ചു പറഞ്ഞു,
ഒന്ന് താങ്കൾ ഇരിക്കുന്ന ഓഫീസ് SP ഓഫീസ്, എറണാകുളം റൂറൽ SP ഓഫീസ് ചെരിഞ്ഞിരിക്കുന്നുണ്ടെന്നും ആ കെട്ടിടത്തിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തിന്റെയും കമ്പിയൊക്കെ പുറത്തു വന്നതിന്റെ ഫോട്ടോയും എനിക്ക് അയച്ചു തന്നു. രണ്ടാമത് അദ്ദേഹം PWD അവിടെ വിവരാവകാശം കൊടുത്തു. ചോദിച്ചപ്പോ പറഞ്ഞേക്കണത് 2021 ആ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കഴിഞ്ഞിരിക്കുകയാണ്. 2021. അതെ അതെ അതെ. താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? പിന്നെ അത് നമ്മളിത് കുറെ അധികം അത് മാറ്റാനുള്ള കുറെ പരിശ്രമമൊക്കെ നടത്തിയതാണ്. ഞാൻ പച്ചക്ക് പറയുന്ന ബെന്നി ജോസഫാണ്. എനിക്കത് കേട്ടപ്പോ സങ്കടം വന്നത്, ഒരു പോലീസ് SP-യുടെ ഓഫീസ് കെട്ടിടം ചെരിഞ്ഞിരിക്കുകയും അത് ഇങ്ങനെ പുറത്തു വന്ന ഫോട്ടോ അവൻ വിട്ടപ്പോ ഞാൻ വിചാരിച്ച അവൻ എന്നെ കളിയാക്കാൻ പറ്റാനല്ലേ പറ്റിക്കാനല്ല, ചെരിഞ്ഞിരിക്കുന്നല്ല, അത് അൺസേഫ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാ. അപ്പൊ ഇപ്പോഴും പക്ഷെ അവിടെ ഓഫീസ് വർക്ക് ചെയ്യുമല്ലേ സാറേ? പിന്നെ ഓക്കെ, നമ്മളതിന്റെ അടുത്ത് തന്നെ പുതിയ ഓഫീസ് ബിൽഡിങ്ങിന്റെ നമ്മൾ പ്രാർത്ഥിക്കാം. അതുവരെ അങ്ങോട്ട് മാറണവരെ ഒന്നും പറ്റരുതെന്നുള്ളത്. ഏതായാലും ഞാൻ ഇതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പൊ ഇന്ന് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശരിയാക്കണം. അവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ പരിധി ഉണ്ടല്ലോ സാർ. അപ്പൊ ഞങ്ങൾക്ക് പരിധിയില്ല, ഞങ്ങൾ പറഞ്ഞോളാം. ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം മാന്യമായി അറിയിക്കേണ്ടവരെ ഞാൻ ഇന്ന് അറിയിക്കുന്നുണ്ട്. ഏതായാലും താങ്കൾ കൃത്യമായ ഉത്തരം തന്നതിന് നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ആലുവ SP ഓഫീസിൽ ദയവായി അവിടുത്തെ പോലീസുകാർക്ക് സ്പെഷ്യൽ ഇൻഷുറൻസ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലത്തും പന്തൽ കെട്ടി മാമാങ്കം കളിക്കുമ്പോൾ ഒരു പന്തൽ പോലീസുകാർക്ക് വേണ്ടി ആലുവ SP ഓഫീസിൽ ഏതെങ്കിലും ഒരു പറമ്പിൽ ചെയ്യുക. ആ പോലീസുകാരുടെ ജീവൻ എടുക്കരുത്, ആ പോലീസുകാരുടെ കുടുംബങ്ങളെ വഴിയാധാരമാക്കരുതെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ SP ഓഫീസിൽ വിളിച്ചപ്പോൾ ആ പോലീസുകാരുടെ ഗതികേട് കൂടി കേട്ടോ. SP-യുടെ ഓഫീസാണോ? ഓക്കെ, SP-യുടെ നമ്പർ 9497996979 അല്ലേ? അതെ സാറേ. ഞാൻ അതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. SP-യുടെ പേരെന്താ ഇപ്പോഴത്തെ? സുദർശൻ സാറാണ്. സുദർശൻ സാർ. എന്റെ പേര് ബെന്നി ജോസഫ് എന്നാണ്. ഞാനൊരു പൊതുപ്രവർത്തകനും ഒരു സീനിയർ ജേർണലിസ്റ്റുമാണ്, പച്ചക്ക് പറയുന്നതിന്റെ പ്രൊഡ്യൂസർ. ഞാൻ സംസാരിക്കുന്ന ആരോടാണ്? എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. എന്താ? ശ്രീജിത്ത് എന്നാണ്. ശ്രീജിത്ത് ഡ്യൂട്ടി പോലീസ് ഓഫീസർ ആണോ? അതെ അതെ. ഓക്കെ, സാറിനോട് ഒരു കാര്യം പറയാനാ വിളിച്ചത്. എനിക്ക് നിങ്ങളുടെ ആലുവ SP ഓഫീസിന്റെ കുറച്ച് ഫോട്ടോയും കുറച്ച് വീഡിയോയും അതിന്റെ പരിസരത്തുള്ള ഒരു പയ്യൻ പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുന്നവൻ എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോയും വിട്ടു തന്നു. നിങ്ങളുടെ ബിൽഡിംഗ് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണ് ഇരിക്കണതെന്നും പല കമ്പിയും ഇതൊക്കെ പൊട്ടിയിട്ട് നിങ്ങളുടെ PWD 2021 ശേഷം ഫിറ്റ്നസ് തന്നിട്ടില്ലെന്നും പശുവിനെ വളർത്തുന്ന പയ്യൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. കാരണം പ്രത്യേകിച്ച് ഇന്ന് കോഴിക്കോട് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണല്ലോ. ഒരു പോലീസ് സ്റ്റേഷൻ ഒരിക്കലും അങ്ങനെ പാടില്ലല്ലോ എന്നോർത്ത് ഞാൻ വിളിച്ചത്. എന്റെ പേര് ബെന്നി ജോസഫ് എന്നാണ്. ഓക്കെ സാറ് ഇപ്പൊ അവൈലബിൾ ആയിരിക്കും. സാർ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ഒന്നും കൂടി വിളിക്കാം. പക്ഷെ നിങ്ങളുടെ അറിവിൽ ആ കെട്ടിടം ചെരിഞ്ഞാണോ ഇരിക്കണേ? അല്ലല്ല, എന്റെ അറിവിലല്ല. അല്ല, നിങ്ങളുടെ അറിവിൽ ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നറിയോ? അറിയില്ല സാർ, അറിയില്ല. നിങ്ങളുടെ അവിടെ ഇങ്ങനെ തൂണിന്റെ കമ്പി SP സാറിനെ വിളിച്ച് ഞാൻ വിളിച്ചോളാം. ഞാൻ ചോദിക്കണേ, നിങ്ങളുടെ അറിവില്ല നിങ്ങൾ അവിടെ ജോലി കട്ട് ചെയ്ത് പോയി. ആ പാവത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പരിമിതികളുണ്ട്. ഇനി ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. ജയകുമാർ മേനോൻ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് തന്നെ കുറെ തെറി വിളിച്ച ആൾക്ക് ഞാനൊരു വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട്. ഇവിടെ ഒരു നിയമം ഉണ്ടാകുന്ന ജയകുമാർ മേനോനെ ഒന്ന് പഠിപ്പിക്കണമല്ലോ. ദൈവത്തെ ഓർത്ത് ആണത്തമുണ്ടെങ്കിൽ ഈ എഴുതിയതൊന്നും ജയകുമാർ മേനോൻ ഡിലീറ്റ് ചെയ്യരുത്. നിന്നെ ഞാൻ നിയമത്തിൻ്റെ മുൻപിൽ, നാട്ടിൽ നടക്കുന്ന നീതി നിയമ വ്യവസ്ഥയുടെ മുമ്പിൽ നിന്നെ ഞാൻ കണ്ടോളാം. മിസ്റ്റർ ജയകുമാർ മേനോൻ, we will see you in the court of law. Thank you and good night.